കലാഞ്ച ചെടി ബുഷായി വളരാനുള്ള ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. ആദ്യത്തെ ടിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് വെയിലത്ത് വെക്കരുത്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അത് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഉഷാറായിട്ട് കലാഞ്ച വളരും. പിന്നെ പൂക്കൾ നിറയെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെയും കൂടെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉണങ്ങിയ പൂക്കളുള്ള കമ്പുകൾ വെട്ടിക്കൊടുക്കണം. പ്രൂണിങ് എന്ന് പറയും. അപ്പോൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അടിയിൽ കൂടെ കുറേ ഷൂട്ട്സ് വന്നിട്ട് ചെടി നല്ല ബുഷിയാവുള്ളൂ. നല്ല ബുഷിയായാൽ ഓരോ കൊമ്പിലും കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നിറയെ ഇല കാണാത്ത രീതിക്ക് പൂക്കൾ വന്ന് നിറയും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാന്നല്ല, നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ പൂക്കൾ ഉണങ്ങിയ കമ്പുകൾ വെട്ടിക്കൊടുക്കുക. പൂക്കളിരിക്കുന്ന ആ ഒരു മെയിൻ കമ്പുണ്ടല്ലോ, ഇതന്നെ ഇങ്ങനെ തന്നെ വെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലിപ്പോൾ കുറച്ച് ഉണങ്ങാത്ത പൂക്കളൊക്കെ ഉണ്ട്. അത് പിന്നെ മൊത്തത്തിൽ വെട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് വെട്ടിയതാണ്. ഇത്രയ്ക്കും നല്ല പൂക്കളൊന്നും വെട്ടണമെന്നില്ല. എന്നാലും പൂക്കൾ ഉണങ്ങിയത് നിർബന്ധമായിട്ടും പൂക്കൾ മാത്രം നുള്ളിക്കളയുകയല്ല കേട്ടോ വേണ്ടത്. ആ പൂ വന്നിരിക്കുന്ന ആ ഒരു കമ്പില്ലേ, അത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് വെട്ടിക്കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇത് നട്ടാലും പിടിക്കും. അപ്പോൾ കലാഞ്ചോ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ കമ്പുകളൊക്കെ എടുത്ത് നടാവുന്നതാണ്. എന്ത് നട്ടാലും പിടിക്കുന്നൊരു ചെടിയാണ് കലാഞ്ചിയ. ഇതെങ്ങനെ നടണം, എങ്ങനെ വളർത്തണം തുടങ്ങിയ വീഡിയോസൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പേജ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ഇത് ഇതുപോലെ ബുഷിയാക്കി